സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റിൽ എത്തുന്നത് അനിശ്ചിതമായി വൈകും. അരി, പയർ, പഞ്ചസാര, ധാന്യങ്ങൾ, മുളക്, മല്ലി എന്നിവയ്ക്കായി പ്രസിദ്ധീകരിച്ച ടെൻഡർ നോട്ടീസ് സപ്ലൈകോ പിൻവലിച്ചു. കരാറുകാരുടെ ബഹിഷ്കരണമാണ് നടപടിക്ക് കാരണം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടെൻഡർ അവസാനിപ്പിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ വൈകുന്നത്? അമൃത, ഈ സപ്ലൈകോയിലെ പ്രതിസന്ധി ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി സപ്ലൈകോയെ ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 29-ാം തീയതി സപ്ലൈകോ ഈ ടെൻഡർ വിളിച്ചിരുന്നു. കരാറുകാർ ആരും പങ്കെടുക്കാത്തതുകൊണ്ട് അന്നത്തെ ആ ടെൻഡർ അസാധുവാകുകയും ചെയ്തതാണ്. കാരണം സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന കരാറുകാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പൈസ നൽകാത്തതിനാൽ ഈ ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു. ജനുവരി 29-ന് നടന്ന കരാറിൽ പുറത്തു നിന്നുള്ള വിതരണക്കാരും കർഷകരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷമാണ് ഈ മാസം 13-ാം തീയതി പുതിയ ഒരു ടെൻഡർ ഓൺലൈനായി ക്ഷണിച്ചത്. ഈ ഓൺലൈനായി ടെൻഡർ ക്ഷണിച്ച് 20-ാം തീയതി വരെയായിരുന്നു അതിന്റെ സമയം നൽകിയിരുന്നത്. 13-ാം തീയതി മുതൽ ഫെബ്രുവരി 13 മുതൽ ഫെബ്രുവരി 20 വരെയുള്ള സമയത്ത് കരാറുകാർക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കാമെന്ന് കാട്ടിയായിരുന്നു ഓൺലൈനിലൂടെ ടെൻഡർ ക്ഷണിച്ചത്. പക്ഷേ ആരും തന്നെ ഈ ടെൻഡറിൽ സമീപിക്കാതെ വന്നൊരു പശ്ചാത്തലത്തിലാണ് 20-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ടെൻഡർ പിൻവലിക്കാൻ ഇപ്പോൾ സപ്ലൈകോ തീരുമാനിച്ചത്. അതായത് 250 കോടി രൂപയെങ്കിലും വിതരണക്കാർക്ക് കൊടുക്കാതെ നിലവിൽ ഈ ടെൻഡറിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിതരണക്കാർ എത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ വിതരണക്കാർ ഇത്രയും ദിവസമായിട്ട്, ഏതാണ്ട് 5 ദിവസമായിട്ടും ടെൻഡറിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് 2 ദിവസം മുമ്പ് തന്നെ ഈ ടെൻഡർ പിൻവലിക്കാൻ സപ്ലൈകോ നിർബന്ധിതരായത്. നിലവിൽ അരി, പഞ്ചസാര, മുളക്, മല്ലി, ധാന്യങ്ങളടക്കം ഒട്ടുമിക്ക 13 സബ്സിഡി സാധനങ്ങളുടെയും ടെൻഡറാണ് ക്ഷണിച്ചിരുന്നത്. പക്ഷേ ഈ ടെൻഡറിലും വിതരണക്കാർ പിന്മാറിയതോടുകൂടി, അല്ലെങ്കിൽ ഇതിനൊക്കെ വിമുഖത കാണിച്ചതോടുകൂടി സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും സപ്ലൈകോയിലെ സബ്സിഡിയുള്ള സാധനങ്ങൾക്ക് വില കൂട്ടാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം കൊടുത്തതാണ്. പക്ഷേ ആ തീരുമാനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ വരണം. ആ സാധനങ്ങൾ വരണമെങ്കിൽ നിലവിൽ ഈ സാധനങ്ങൾ കൊണ്ട് എത്തിച്ച കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ആ പൈസയുടെ 1/3 കിട്ടാതെ, അതായത് 250 കോടിയെങ്കിലും കരാറുകാർക്ക് കിട്ടാതെ ഇനിയുള്ള ടെൻഡറിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് വിതരണക്കാർ പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ആ പൈസ ഇനിയിപ്പോൾ ധനവകുപ്പ് സപ്ലൈകോയ്ക്ക് കൊടുത്തതിന് ശേഷം അത് വിതരണക്കാർ കിട്ടിയാൽ മാത്രമേ ഇനിയുള്ള അടുത്ത ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ സപ്ലൈകോയിൽ തുടരുന്ന സാധനങ്ങളുടെ ക്ഷാമം ഇനിയും കൂടി തുടരും എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് ഏറെക്കുറെ ഉറപ്പാണ്. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.